നിയമപരമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അതിൻ്റെ എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞു. ഇനി ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ ബ്ലഡ് മണി കൊടുത്തിട്ട് അവരുടെ വീട്ടുകാർ ഇതിനോട് സഹകരിച്ചാൽ മാത്രമേ, നമുക്ക് മാപ്പ് കൊടുത്താൽ മാത്രമേ ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ യാതൊരു ഇൻ്റർനാഷണൽ ലെവലിലോ നയതന്ത്രപരമായിട്ടോ ഒന്നും സംസാരിച്ചിട്ട് കാര്യമല്ല. ഇന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, ഏതോ ഇറാൻ വിദേശകാര്യമന്ത്രി ആരണ്ടോ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ വിദേശകാര്യം അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ട് നോക്കാമെന്ന് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ഇന്ന് കിട്ടിയ ഒരു ന്യൂസാണ്. അതുമാത്രമേ ഇപ്പം ഉള്ളൂ. അല്ലെങ്കിൽ എന്തായാലും അവരുടെ കൊല്ലപ്പെട്ട വ്യക്തിയുടെ വീട്ടുകാർ വിചാരിക്കാതെ ഒരു കാര്യം നടക്കില്ല. അതിൽ 2 വ്യക്തി അവിടുത്തെ നിയമം അനുസരിച്ച് ഈ മരിച്ച വ്യക്തിയുടെ സഹോദരങ്ങൾ 5 പേരുണ്ടെങ്കിൽ 5 പേരും സമ്മതം കൂടണം. അച്ഛനും അമ്മയും അതേപോലെ തന്നെ വളരെ അടുത്ത ബ്ലഡ് റിലേറ്റീവ്സ് എല്ലാവരും കൂടെ സമ്മതം കൊടുത്താൽ മാത്രമേ അത് മാപ്പാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ അവിടെ 2 ബ്രദേഴ്സ് ഒരു ബ്രദർ ഒരു സിസ്റ്ററാണെന്നറിയില്ല, 2 പേര് ഇതിന് അഗൻസ്റ്റാണ് ഈ പൈസ മേടിക്കുന്നതിൽ. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. On Nimisha Priya case, we are closely following the developments there. As we had told you earlier also, that the government is extending all possible help in the matter, and we'll see how things go forward from here.